ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണിയായ ലെബനാനിലെ ഹിസ്ബുള്ളയുടെ FPV ഡ്രോൺ ഇസ്രായേലിന്റെ ഹാംഫി എന്നറിയപ്പെടുന്ന സൈനിക വാഹനത്തിന് വളരെ കൃത്യമായി ഇടിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഡ്രോൺ എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈ FPV ഡ്രോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സമയത്ത് ചില ആളുകൾ സംശയം ചോദിച്ചിരുന്നു, ഈ മരങ്ങൾ അതുപോലെ ബിൽഡിങ്ങുകൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കേബിളുകൾ അതിന്റെ സ്ക്രീന് വരെ എത്തി നിൽക്കുമ്പോൾ അത് തടസ്സമാവുകയില്ലേ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മരങ്ങളും അതുപോലുള്ള തടസ്സങ്ങളെല്ലാം FPV ഡ്രോണിന് പ്രശ്നം തന്നെയാണ്. ഇനി ഏതെങ്കിലും തടസ്സങ്ങളിൽ തട്ടി ആ കേബിൾ അവിടെ ചുറ്റി നിന്നാലും ആ കേബിൾ പൊട്ടാതെ അതിന് എത്ര സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും അത് സഞ്ചരിക്കും. അതേപോലെ തന്നെ മറ്റൊരാളുടെ ചോദ്യമായിരുന്നു, റേഡിയോ സിഗ്നലുകൾ ഇല്ല എന്നതുകൊണ്ട് അതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കേബിൾ കാണാൻ സാധിക്കുകയില്ല എന്ന ചോദ്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്റെ മുന്നിലുള്ള ഈ മൗസ് ഇതൊരു വയർലെസ് ഡിവൈസ് ആണ്. പക്ഷെ ഇതിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് ചലിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഭാഗത്തും ഇതിന്റെ തരംഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മൗസിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തരംഗങ്ങൾ വെച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ പരിസരത്ത് എവിടെ സെർച്ച് ചെയ്താലും ലഭിക്കും. അതേ സമയത്ത് ഇതൊരു കേബിൾ മാത്രമാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്ന് ഒന്നും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ഡ്രോൺ ഈ മൗസിനെ കാണുന്ന ഏതൊരു പൊസിഷനാണോ ഉള്ളത് അവിടെ വെച്ച് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കേബിളും അതോടൊപ്പം കരിഞ്ഞു പോകുന്നത് കൊണ്ട് മറ്റൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാംഫി എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ഈ വാഹനത്തെ അത് എങ്ങനെയാണ് കൃത്യമായി ആ ലക്ഷ്യത്തിലേക്ക് തിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഈ ഒരു റൂമിനുള്ളിൽ ഹാംഫി എന്നറിയപ്പെടുന്ന 2 വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഒരു ഡ്രൈവ് ചെയ്യുന്നത് പോലെ സ്ക്രീനിൽ കാണുന്ന ഇതേപോലെ ആ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ സ്ക്രീനിൽ കാണുകയാണ്. ഈ രീതിയിൽ കൃത്യമായി ആക്രമിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതാണ് ഇസ്രായേലിനെ വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്.